വാട്സ്ആപ്പ് പ്ലേസ് വെൽക്കം ബാക്ക് ടു മാഡ് ഗ്രാനി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് മാഡ് ഗ്രാനിയുടെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. ഈ വീഡിയോ ടാർഗറ്റ് 3000 ലൈക്കാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ തുടക്കം തന്നെ ഒരു ജയിലില്ല. ഇതെന്തോ ഒരു ബ്രിക്ക് ഇരിക്കുമോ ഗായ്സ്? എന്തോ ഇഷ്ടം കഷ്ണം. ഇതെന്തോ ബ്രേക്കാ? ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യണേ? നീഡ് സംതിങ് ഹെവി. അതെന്തിനാണെന്തോ എനിക്കറിയത്തില്ല. നീഡ് ടു ഓപ്പൺ ലോക്ക്. എനിക്ക് തോന്നുന്നു ഇതെടുത്ത് അതിനകത്ത് ഇടുമ്പോൾ വല്ല ലോക്കുകളൊക്കെ വല്ല സാധനവും കിട്ടുമായിരിക്കും ഗായ്സ്. പിക്ക് ലോക്ക് കിട്ടി. ഇങ്ങനെയാണ് കളി. ഇപ്പോഴാണ് ഗായ്സ് എനിക്ക് മനസ്സിലായത് ഇതെങ്ങനെയൊക്കെയാണ് കളിയെന്ന്. നമ്മളെ തുടക്കം തന്നെ ജയിലിൽ കൊണ്ടിട്ടിരിക്കുക. ഗ്രാനി വീട് പോലെ എന്നാണ് ഞാൻ വിചാരിച്ചത്, ഏതെങ്കിലും മുറിയിൽ. ഇത് നമ്മുടെ ഇതാണ് ഗ്രാനി 3 അതേ മോഡലാണെന്ന് തോന്നുന്നു. ഇവിടെ ഒളിച്ചിരിക്കാനൊക്കെ പറ്റും. മോപ്പഡ് വീലാ. പിന്നെ ഇവിടെ എന്തോ ഇത് നീഡ് മിസ്റ്റിക്കൽ ക്യാറ്റ്. എന്തൊക്കെയോ കൊണ്ട് വയ്ക്കാണ്ട് ഗൈസ്. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. എങ്ങനെയായാലും ഇവിടെ നിന്ന് എസ്കേപ്പ്. ഇതെന്തോ പ്രതിമയായിരുന്നു ഗൈസ്. എന്തായാലും നമ്മൾ പറഞ്ഞത് എസ്കേപ്പ് ആവണം. അവിടെ അതിനകത്ത് എന്തോ ഒരു വ്രഞ്ച് ഇരിക്കുമോ ഗൈസ്? നമ്മൾ വന്ന വഴിയാണല്ലോ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിൽ ഏതിലേ? ഇവിടെയൊക്കെ എന്തെങ്കിലും ആണോ? ഇവിടെ എന്തോ പെട്ടിയിരിക്കുമോ? ഇതിനകത്തൊന്നും വെച്ചിട്ടില്ല. അടുത്ത് ഇവിടെ ഉണ്ടല്ലോ ഒരു പെട്ടി. ഇതിനകത്തൊന്നും വെച്ചിട്ടില്ല. ഇതെന്തോ എന്തോ ഫോട്ടോ ലൈക്ക് അടിക്കാൻ. നമ്മൾ എസ്കേപ്പ് ആവാനാണ് വന്നത്. അതിനകത്ത് റൂമുണ്ടല്ലോ. ഇത് മൊത്തം ഇതാണല്ലേ. ഇത് നമ്മൾ ഏറ്റവും അണ്ടർഗ്രൗണ്ടിലാന്ന് തോന്നുന്നു ഗൈസ്. അവിടെ കുളിക്കണ സാധനമൊക്കെ കിടക്കുവാണല്ലേ. ഇവിടെ എന്തോന്നോ? ഇവിടെയും പെട്ടി. ഇവിടെയൊന്നും ഒന്നും വച്ചിട്ടില്ല. പിന്നെ എന്തോ ഉള്ളത് ഇവിടെ? നമുക്ക് ഡ്രെയിൻ ദ വാട്ടറോ? ഡ്രെയിൻ ടാപ്പ് വേണം. ഇനി നമ്മൾ വന്ന വഴിയെ ഗായ്സ് ചുറ്റിക്കൊണ്ടിരിക്കണേ. ഇത് ഏതിലേക്ക് പോകണമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ എന്തോ ചേച്ചിയുടെ പ്രതിമയൊക്കെ അവിടെ ഇരിക്കുമോ? നമ്മളിത് ഏതിലേ പോകണ്ടേ? എനിക്കറിയത്തില്ല. നമ്മൾ നേരത്തെ ഒരു സ്റ്റെപ്പ് കണ്ടായിരുന്നു. ഇപ്പോൾ ആ സ്റ്റെപ്പും കാണാനില്ല. ഫ്രിഡ്ജ് തുറക്കാറുണ്ട്. ഇതിനകത്തൊന്നും വെച്ചിട്ടില്ല പ്രത്യേകിച്ച്. എനിക്ക് തോന്നുന്നത് ഗ്ലിച്ചാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ ഒന്നും കാണാനില്ല. അതുപോലെ നമുക്ക് നോക്കാം. എന്തോ ഗ്രാനി ഒളിച്ചിരിക്കോ? ഇവിടെ ഒളിക്കാൻ പെട്ടിയുള്ളത് നന്നായി. ഇതാണ് ഗൈസ് നമ്മളെ ഗ്രാനി. ഇതെന്തോ ബാക്കിൽ തുണിയൊക്കെ കീറിയിരിക്കുമോ? തയ്പ്പിക്കാനൊന്നും പറ്റൂല. ഇതെന്തോ ഇവിടെ എലോ? നീഡ് എലോ കീ. ഈ കീയൊക്കെ ഇനി ഞാൻ ഇവിടെ കണ്ടുപിടിക്കാനാ? കീ ഇനി ഇതിനകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് ഒന്നുമില്ല. ഇതിനകത്തും ഒന്നുമില്ല. പിന്നെ എന്തോ ഉള്ളത് ഇവിടെ? ഇതൊക്കെ എടുക്കാൻ പറ്റുമോ? അവിടെ എന്ത് സ്കള്ളെന്തോ വയ്ക്കാണ്ട് ഗൈസ്. പിന്നെ അവിടെ കുതിച്ചെടുത്ത് ഗ്രാനി ഓട്ടിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു വീഡിയോ ടേപ്പ് വേണം. പിന്നെ അത് ഒളിച്ചിരിക്കാൻ കുറേ സ്ഥലമുണ്ട് ഗൈസ്. അതുകൊണ്ടൊരു ഗുണമുണ്ട്. അത് വേറെ മേലെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെയെന്തോ സെർച്ച് ചെയ്യണം. എനിക്കൊരു എത്തും പിടി. മറിച്ചിട്ട് ഞാൻ ഇപ്പം വരും ഗ്രാനി. വന്ന്. ഓടിക്കുമോ? വേണ്ട, ഇതിലേ പോവാം. ഇവിടെ ഒളിച്ചിരിക്കും. ഇവിടെയൊക്കെ എന്തൊക്കെ തുറക്കാറുണ്ട്. അങ്ങനെ വേണ്ട ലോക്കി. ഇതിനകത്ത് ഇനി നമ്മളെങ്ങനെ കയറണേ? വന്നു. എന്തോ ഇഗ്നേഷൻ കോയിലൊക്കെ ഇരിക്കുമോ ഗൈസ്? ഇവിടെ ഒളിച്ചിരിക്കുക. സ്പീഡൊക്കെ ഉണ്ട് അത്യാവശ്യം ഈ ഗ്രാനിക്ക്. പക്ഷേ നല്ല വ്യത്യാസമുണ്ട് തമ്മിൽ. പക്ഷെ ഇത് ചെറുപ്പക്കാരി ഗ്രാനിയാ ഗൈസ്. ഞാൻ വിചാരിച്ച ഏതെങ്കിലും അമ്മൂമ്മയായിരിക്കും നമ്മുടെ മറ്റേ ഗ്രാനിയെ പോലെ. ഇത് നമ്മുടെ സീൻ ഗ്രാനിയാന്ന് തോന്നുന്നു. ഇവിടെ എന്തോ ഐസിനകത്ത് എന്തോ ഇരിക്കുമല്ലോ ഒരു കറുത്ത്. ഇത് പൂച്ചയായിരിക്കും ഐസിനകത്ത്. എനിക്ക് തോന്നുന്നു ഇതിനെ ആയിരിക്കും നമ്മൾ അവിടെ കൊണ്ട് വയ്ക്കേണ്ടതെന്ന് തോന്നുന്നു. ഈ പൂച്ച. ഇതെന്തോ ലൈറ്റർ ഇരിക്കുമോ? ഇതൊക്കെ ഇതെന്തോ ടോട്ടൽ ഹാൻഡില്. ഇതൊക്കെ എന്തിനാന്ന് എനിക്കറിയത്തില്ല ഗൈസ്. എന്തോ ഹാൻഡിലൊക്കെ ഇരിക്കുക. ഇന്നും അല്ല എസ്കേപ്പിനുള്ള സാധനമാണോന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഒന്നും തട്ടിമറിച്ചിടല്. അവിടെ എന്തോ റൂമുണ്ട് ഗൈസ്. ഇതിനകത്ത് എന്തുവാ? നീഡ് ഫയർ വുഡ്. എനിക്ക് തോന്നുന്നു വുഡ് മൊത്തം വെച്ച് കത്തിച്ചിട്ടുണ്ടല്ലോ. ഐസ് എടുത്ത് നമ്മൾ അവിടെ വെച്ച് ഉരുക്കണമായിരിക്കും. എന്നിട്ടായിരിക്കും ആ പൂച്ചയെ നമ്മൾ അവിടെ കൊണ്ട് വയ്ക്കേണ്ടത്. ഇപ്പം കളി മനസ്സിലായി ഗായ്സ് കുറച്ചൊക്കെ. അതായത് ലൈറ്റർ ഇവിടത്തേക്കുള്ളതാ. അപ്പോൾ ലൈറ്റർ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യുക. ഇവിടെ കിടന്നു. അതിൻ്റെ പുറത്തിട്ടപ്പോൾ സൗണ്ടൊന്നും കേൾക്കത്തില്ല. അതുകൊണ്ട് ഒരു ഗുണമുണ്ട്. പിന്നെ വേറെ ഇതെന്തോ ട്രോട്ടിൽ ഹാൻഡിൽ. അല്ലെങ്കിൽ കിട്ടണ സാധനം മൊത്തം നമുക്ക് എളുപ്പമുള്ള സ്ഥലത്ത് കൊണ്ടിടാം ഗൈസ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ മറന്നുപോയാൽ എന്തോ ചെയ്യും. എന്തായാലും ഇത് ഇതിനകത്ത് വല്ലതും ഉണ്ടോ?
അത് ഓ എന്തോ റെഡ് കീ. ഈ റെഡ് കീ ഞാൻ എവിടെ കൊണ്ട് തുറക്കാനാ? നീ ഇവിടെ വല്ല എന്തായാലും കാണുമായിരിക്കും. ഇവിടെ മൊത്തം സ്ഥലമില്ല, ഒരു കൊട്ടാരം പോലത്തെ വീടാ. ഇതിനകത്ത് എന്തോ വേണ്ട ബ്ലൂ കീ ആയി. അയ്യോ ഇത് ഫ്രണ്ടിൻ്റെ ആണെന്ന് തോന്നുന്നു. എനിക്ക് ആ സൗണ്ട് കേട്ട് ഇപ്പം വരും ഓടി ആ ഉണ്ടത്തുള്ള. എൻ്റെ പൊന്നു ഇതാ ഞാൻ ഇതെങ്ങോട്ട് പോകണമെന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. അയ്യോ ഇതാ വന്ന് ഇവിടെ ഒളിച്ചിരിക്കാം. ഇതിലേ എന്നെ കണ്ടെന്ന് തോന്നുന്നു ഗായ്സ്. എന്നെ കണ്ടോ? ഇതിലേ ഒളിഞ്ഞു നോക്കാം. ഞാൻ കണ്ടില്ലല്ലോ ഗ്രാനി. ഗ്രാനി വേർ ആർ യു? ഗ്രാനി ഒന്നും കാണാൻ പോലും ഇല്ലല്ലോ ഇപ്പോൾ. ഇത്ര പെട്ടെന്ന് ഇൻവിസിബിൾ ആയാ? അതും ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്ത് ഇവിടെ ഇട്ട അതിനകത്ത് വീഴനില്ല ഗൈസ്. എവിടെ നിന്നൊക്കെ കയറി വരുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഇപ്പം ഞാൻ തട്ടിയിട്ടാണ്. ഹുക്ക് എന്തിനാണ് ഇടുന്നു എനിക്കറിയില്ല. എന്തായാലും ഇവിടെ ഞാൻ ഇട്ടാ. എന്തായാലും സൗണ്ട് കേട്ടില്ലേ? ഇവിടെ കിടന്നു. ഇതിൻ്റെ പുറത്തൊന്നും വീഴനില്ല. ഇത് ഉടായിപ്പാ കേട്ടോ. ഇത് ഉടായിപ്പ് കളിയായിപ്പോയി. ഗ്രാനിയെ കാണാനില്ലല്ലേ ഇത്രയും സൗണ്ട് കേട്ടിട്ട്. എവിടെ പോയി ഗ്രാനി? ഗ്രാനി ചേച്ചി എവിടെയാ? നിങ്ങളെ നോക്കി ഞാൻ ഇപ്പം നടക്കുവാണല്ലോ. എല്ലാത്തിലും ഗ്രാനിയാ എന്നെ നോക്കിക്കൊണ്ട് നടക്കണ്ട. ഇപ്പം ഞാൻ നേരെ തിരിച്ചു നോക്കുക. അവിടെ സ്കള്ള് തന്നെയായിരുന്നു. ഞാൻ അയ്യോ വന്ന് ചേച്ചിന്ന് വിളിച്ചപ്പോൾ നമ്മളെ കാണാൻ പറ്റില്ലേ ഈ ഗ്രാനിക്ക്? എനിക്കറിയത്തില്ല ഗൈസ്, നമ്മളെ കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അല്ല കാണാത്ത പോലെ അഭിനയിച്ച് പോകണേനോ ട്രാപ്പ് ഇടാൻ പറ്റില്ലോ. എനിക്ക് തോന്നുന്നു നമ്മളെ ട്രാപ്പിൽ വീഴ്ത്താനുള്ള പരിപാടി ഞാൻ തോന്നുന്നു ഗൈസ്. എന്തായാലും നമുക്ക് ആദ്യം താഴെ പോയി മറ്റേ ടയർ എടുക്കണം. അവിടെ എന്താ മോപ്പിഡ് വീലൊക്കെ ഇരുന്നല്ലേ. എനിക്ക് തോന്നുന്നു അത് ഏതിൻ്റെ ആണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കിട്ടണ സാധനം മൊത്തം നമുക്ക് മേലെ കൊണ്ട് ഇടാം. എവിടെ പോയിട്ട് വീലൊക്കെ എവിടെ? ഇങ്ങോട്ട് വന്നേ വീലേ. എന്തായാലും ഈ ടയർ ഇവിടെ കിടാം. എന്തായാലും നമുക്ക് മേലോട്ട് ഇനി സെർച്ച്. ഇവിടെ എന്തോ ബ്രേക്ക് ചെയ്യാറുണ്ട്. ഇനി ഇത് ബ്രേക്ക് സ്ലെഡ്ജ് ഹാമറോ? ഇനി ഇതിൽ ഹാമർ വേണം ഗായ്സ്. ഇവിടെ അവിടെ എന്തോ വേണ്ട? കോഡിൻ്റെ ലോക്ക്. ഈ ലോക്കിന് ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാനാ? ഇവിടെ കുറേ ബാത്റൂം ഉണ്ടല്ലോ. ഇവിടെ മൊത്തവും മുറുക്കാൻ തൂപ്പി വെച്ചിരിക്കുക. എന്നിട്ട് അതിൽ ചവിട്ടി നടക്കുക. അതാ കളറേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ചൂടല്ലേ, അപ്പോൾ വല്ല ബ്ലൂ കീ കിട്ടി. അവിടെ കുറേ കളർ വെള്ളമൊക്കെ അമ്മച്ചി കലക്കി വെച്ചിരിക്കുക. അല്ല അമ്മച്ചിയല്ല, ചേച്ചി. അമ്മൂമ്മേരെ പ്രായമൊന്നുമില്ല. മേലെയും കുറേ സ്ഥലങ്ങളുണ്ട് ഗൈസ്. കുറേ ഓപ്പൺ ചെയ്യാനും ഉണ്ട്. എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും കിട്ടാതിരിക്കത്തില്ല. ഒന്നുമില്ല ഇവിടെയൊന്നും. എനിക്കൊന്നും ഇത് വെറുതെ വെച്ചിരിക്കണേ. ഇതൊന്നും തുറക്കാനും പറ്റത്തില്ല. ഇതൊക്കെ എന്തിനു വെച്ചിരിക്കണെന്ന് എനിക്കൊരു പിടിയില്ല. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ട്? ഇതിനകത്തൊന്നുമില്ല. ഇതെന്തോ? ഐ നീഡ് വുഡ് പ്ലാങ്ക്. എന്തായാലും ഇത് നല്ലതാ. പക്ഷെ നമുക്ക് താഴോട്ട് പോകൂല. അപ്പോൾ അത് നല്ലതാ ഗൈസ്. ഇതെന്തോ? ഇഗ്നേഷൻ വയർ. അവിടെ ഒരു ഇഗ്നേഷൻ കോയിൽ കണ്ട്, ഇവിടെ ഒരു വയർ കണ്ട്. ഇതെന്തിൻ്റെ ആണെന്ന് എനിക്കറിയത്തില്ല. വല്ല എസ്കേപ്പിൻ്റെ ആണെങ്കിൽ ഞാൻ ഇതിൻ്റെ അങ്ങ് എസ്കേപ്പ് ചെയ്യാം ഗൈസ്. അല്ലെങ്കിൽ ടയർ കണ്ടല്ലേ, ടയറിൻ്റെ ഏതെങ്കിലും എസ്കേപ്പ് ഉണ്ടെങ്കിൽ ഞാൻ എസ്കേപ്പ് ആദ്യം ചെയ്യാം. ഏത് എസ്കേപ്പ് ചെയ്യാം? ഇതാ സ്കൂട്ടർ ഇരിക്കണ്. അവിടെ ഒരു ഹെലികോപ്റ്ററും ഉണ്ട്. 2 എസ്കേപ്പോ? ഇതിനകത്ത് മോപ്പഡ് വീല്. നമുക്ക് കിട്ടി. മോപ്പഡ് സീറ്റ്, ഫ്രണ്ട് സ്റ്റോക്ക്, മോപ്പഡ് ഹാൻഡ് വീൽ, മോപ്പഡ് വീല് തന്നെയാ ഗായ്സ്. പിന്നെ ഒരു ഫ്യൂവലും വേണം. ഇത് കാറും ഉണ്ടാ ഇവിടെ? കാർ മൊത്തം എത്ര എസ്കേപ്പ് ഇത്? മേലെ മേലെ എന്തോ ഒരു ടയർ ഇരിക്കുവോ? അത് കാറിൻ്റെ ആണെന്ന് തോന്നുന്നു ഗായ്സ്. നീഡ് വീല്. അയ്യോ ഇപ്പം നമ്മൾ തള്ളിയിട്ടേനെ. കുറേ വേണം ഗൈസ്. ബാറ്ററി വേണം, റേഡിയേറ്റർ വേണം, പിന്നെ എന്തോ വേണ്ട, ഫാന് വേണം, പിന്നെ എക്സ്പെൻഷൻ ടാങ്ക് വേണം, പിന്നെ ഒരു സീറ്റ് വേണം, പിന്നെ ഫ്യൂവൽ ഇതിന് വേണമെന്ന് തോന്നുന്നു ഗൈസ്. മോപ്പഡ് സീറ്റ് എന്തായാലും അവിടെ കൊണ്ടുവച്ച്. സ്കൂട്ടർ എസ്കേപ്പിൻ്റെ നമ്മൾ പെട്ടെന്ന് സാധനം കിട്ടി ഗൈസ്. അപ്പോൾ സ്കൂട്ടർ എസ്കേപ്പ് ചെയ്താലോ? അയ്യോ അതാരാ? ഏതോ ഒരു അപ്പൂപ്പൻ വരുമോ ഗൈസ്? അതാരാന്ന് എനിക്കറിയത്തില്ല. സോംബിയാണോ? അതിൽ നമ്മളെ കണ്ടില്ലെന്നാണ് തോന്നുന്നത്. ഒറ്റ ഓട്ടം ഓടും. ഇതെന്ത് ഇവിടെയാണ് റെഡ് കീ? ഗായ്സ് ഇവിടെയാ റെഡ് കീ ഇവിടെ ആയിരുന്നു വേണ്ടത്. ഇവിടെയൊക്കെ കുറേ സ്ഥലം ഉണ്ടല്ലേ. കിണറൊക്കെ കിടക്കുക. ഇതെന്തിനുള്ളയാ? വേണ്ട വേറെ എന്തോ എസ്കേപ്പ്. ഇത് റെയിലല്ലേ? ഇത് റെയിലാ.
നീഡ് വീല്, നീഡ് എൻജിന്, ഇഗ്നേഷൻ കോയില് നമുക്ക് കിട്ടിയായിരുന്നു. പീസ് ഓഫ് റെയില്. ഓ ഇഗ്നേഷൻ കോയിൽ ഇതിൻ്റെ എസ്കേപ്പ്. ഇതെന്തോ? അയ്യോ ഇവിടെ പോയി നമ്മൾ കുടുങ്ങിയാൽ പോലും അറിയത്തില്ല. ഇവിടെ എന്തെങ്കിലും ജീവികളോ വല്ലതും കാണുമോ? വല്ല ആൾക്കാരോ വല്ലതും കെണി വയ്ക്കാൻ. ഇതെന്തോ? വെൽ ഫ്രെയിം. ഓ ഇതല്ലേ അവിടെ കിണറ്റിൻ്റെ അവിടെ ഒരു കാണിച്ചിരുന്നത്? അതാണ്ട്. ഓ ഇത് ഇവിടത്തേക്കുള്ളതായിരുന്നു. എന്നാൽ നമുക്ക് ഇവിടെ കൊണ്ട് വയ്ക്കാം ഗായ്സ്. ഇതെന്താ? നമുക്ക് ഇവിടെ വയ്ക്കാം. ഇതെന്താ വയ്ക്കാൻ പറ്റാത്ത? അത് വയ്ക്കാൻ പറ്റില്ല ഗായ്സ്. എന്തായാലും ഇവിടെ നിന്നൊരു ഫ്യൂവൽ ടാങ്ക് കിട്ടി. പക്ഷെ ഫ്യൂവൽ ടാങ്ക് അവിടെയുള്ള ഇല്ലായിരുന്നു. അവിടെ ഒരു എൻജിനാണ്. അവിടെ എൻജിൻ വേണം, എല്ലാം വേണം ഗായ്സ്. എന്തായാലും ഒരു വുഡ് കിട്ടി, ഞാൻ അവിടെ വച്ചു. വീണ്ടും ഫയർ വുഡാണ്. ഇതെന്ത് 2 വേണോ ഒരു ഐസ് അലിയിക്കാൻ? എന്തായാലും റെഡ് കീ ഉണ്ട്, നമുക്ക് അവിടെ കൊണ്ട് തുറക്കാം. ഇതോ അപ്പൂപ്പൻ പോകുന്നു ഗായ്സ്. അപ്പൂപ്പൻ സീനാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും അടുത്തോട്ടൊന്നും. അപ്പോൾ അവിടെ ഒരു വുഡ്, എന്തായാലും അവിടെ വുഡ് ഉണ്ട്, അവിടെ കൊണ്ട് വയ്ക്കുള്ളൂ. എന്ന് ടെയിൽ റൊട്ടേറ്ററോ അങ്ങനത്തെ എന്തൊരു സാധനം നമുക്ക് കിട്ടി ഗായ്സ്. ഫയർ വുഡ് ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും ഉണ്ട്. ഇതെന്തുവാ? വിഞ്ച് ഹാൻഡില്. എനിക്ക് വന്ന് ആ കിണറ്റിൻ്റെ അവിടെ കൊണ്ട് വയ്ക്കുള്ളൂ എന്തോ. എന്നാൽ ഇതെങ്ങനെ ഗായ്സ് വയ്ക്കണം? എനിക്കൊരു എത്തും പിടിയില്ല ഇതെങ്ങനെയാണ് കൊണ്ട് വയ്ക്കണ്ടേന്ന്. ഇതെന്തോ ട്രാപ്പാന്ന് തോന്നുന്നു ഗായ്സ്. വെറുതെ ഗ്ലിച്ചാന്ന് തോന്നുന്നു. എനിക്ക് എസ്കേപ്പ് ആകാൻ പറ്റുമോന്ന് പോലും എനിക്കറിയത്തില്ല. ഇങ്ങനെ ഓരോ സാധനം എനിക്ക് കിട്ടും, പക്ഷേ ഇതെവിടെയൊക്കെ കൊണ്ട് വയ്ക്കണമെന്ന് മാത്രമേ എനിക്കറിയൂ. ഇതെന്തോ ഫ്ലെയിമിൽ ലിക്വിഡാ? ആ വുഡ് വെച്ചപ്പോൾ എന്തോ ലിക്വിഡ് എന്തോ വേണമെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ എന്തോ വേണമെന്ന്. അവിടെയൊക്കെ എന്തൊക്കെ പെട്ടിയിരിക്കുക. ഇതെന്തോ? അല്ല ഐസ് ക്യൂബ് നമുക്ക് ഇവിടെ കൊണ്ട് തട്ടി ഇട്ട് ഞാൻ. എന്തായാലും ഈ ഐസ് അതിനകത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്തായാലും ഇത് ഞാൻ അടച്ചിട്ട് ഒരു സേഫ്റ്റിക്ക്. എന്താ ഐസ് വയ്ക്കാൻ പറ്റുന്നില്ലല്ലേ? ഈ ഫ്ലെയിമിൽ ലിക്വിഡ് എന്ന് മാത്രമേ പറയാനുള്ളൂ. എനിക്കറിയത്തില്ല ഇത് എന്തൊക്കെ സാധനം വേണമെന്ന്. ഇത് മൊത്തം ഇവിടെ ലൈറ്റർ ഞാൻ ഇവിടെ വെച്ച കാര്യം. ലൈറ്റർ അല്ല, എന്തോ ലിക്വിഡ് തന്നെയാണ് ഗായ്സ്. എന്തായാലും ഈ ലൈറ്റർ ഇവിടെ കിടന്നോട്ടെ. ഇവിടുന്ന് പെട്ടിയൊക്കെ തുറക്കാറുണ്ട്. ഇതെന്തുവാ? ഡ്രെയിൻ ടാപ്പ്. മറ്റേ വെള്ളം കളയാനുള്ള സാധനം. രക്തത്തിൽ കുളിച്ച വെള്ളം കളയാനുള്ള സാധനം. കാർ എസ്കേപ്പിനുള്ള ഫാനുണ്ട്. ഇനി ഈ ഫോട്ടോ മറിച്ചിട്ടാൽ സ്ക്വാഡ് ഉണ്ടായിരുന്നു അതിനകത്ത്. എന്തായാലും ഈ ഇതുകൂടി ഞാൻ കളഞ്ഞു. വീല്. ഇത് മറ്റേ നമ്മൾ കണ്ട റെയിൽ എസ്കേപ്പിനുള്ള ആ വീലാ ഗായ്സ്. ഇപ്പം എനിക്ക് മനസ്സിലായി, ആ വീലായിരുന്നു ഈ വീല്. എന്തായാലും ഇപ്പം ആ ഡ്രോപ്പ് ചെയ്ത സൗണ്ടായിട്ട് നമ്മുടെ ചേച്ചി അപ്പുറത്തോട്ട് പോവും. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ഇവിടെ മൊത്തം സെർച്ച് ചെയ്യും ഗായ്സ്. എന്തായാലും കോഡ് കൊണ്ട് ആദ്യം തന്നെ വയ്ക്കാം. നല്ല ഉപയോഗമുള്ള വല്ല സാധനം കിട്ടുമായിരിക്കും ഗായ്സ്. എന്താണ് വരുന്നത്? ഓറഞ്ച് കീയാ? അയ്യോ ഓറഞ്ച് കീ വയ്ക്കാനുള്ള സ്ഥലം ഞാൻ ഇതുവരെ കണ്ടില്ല. അത് നീ എന്തിൻ്റെയാണെന്ന് എനിക്കറിയത്തില്ല. അല്ല ഞാൻ അയ്യോ അവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടായിരുന്നു. എന്തായാലും അല്ല ഞാൻ കൊണ്ട് വയ്ക്കാം ഗായ്സ്. ഏത് എസ്കേപ്പ് ചെയ്യണമെന്ന് എനിക്ക് പോലും ഇപ്പം അറിയത്തില്ല. കിട്ടണ സാധനം എല്ലായിടത്തും ഞാൻ കൊണ്ട് വച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ വീട്ടിൽ കൂളായിട്ട് കയറി പോവുക. എന്തായാലും ഈ വീല് കൊണ്ട് നമുക്ക് അവിടെയൊക്കെ സൗണ്ട് ഉണ്ടാക്കിപ്പിക്കാം. എന്തായാലും അപ്പം രണ്ടുപേരും ആ സൈഡിലോട്ട് വരും. അപ്പം നമുക്ക് സേഫായിട്ട് പോവാം. എന്തായാലും ഇത് ഞാൻ വീലിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കാൻ പോകുന്നു. അല്ല അവിടെ എന്തോ ഒരു റൂം പോലെ സ്ഥലം കിടക്കും. അല്ലെങ്കിൽ ഇവിടെ സൗണ്ട് അവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും ഇത് കൊണ്ട് നമുക്ക് സ്കൂട്ടറിൻ്റെ അവിടെ കൊണ്ടിടാം ഗായ്സ്. എന്തായാലും ഈ മേലെ നമ്മളെങ്ങനെ കയറുമെന്ന് എനിക്കറിയത്തില്ല. അവിടെ ഒരു ഏണി വെച്ചിട്ടുണ്ട്, അത് കയറാൻ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് ഇത് ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം ഗായ്സ്. ഇത് ഇവിടെ ഞാൻ ഫ്രണ്ട് സ്റ്റോക്ക് അത് എനിക്കറിയാം. ഇതിവിടെ എന്തായാലും ഈ സൗണ്ട് കേട്ട് അവരെല്ലാവരും ഇങ്ങോട്ട് വരും. അപ്പോൾ ആ ഗ്യാപ്പ് ഞാൻ കറങ്ങി അവിടെ ചെല്ലും ഗായ്സ്. ഓറഞ്ച് കീ ഇവിടെ തന്നെയായിരുന്നു ഓറഞ്ച് കീ വേണ്ടത്. എന്തായാലും നമ്മൾ ഫ്യൂവൽ ടാങ്ക് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ എസ്കേപ്പിന് കുറച്ച് സാധനം മതി. അല്ല റൂം ഓപ്പൺ ചെയ്തപ്പോൾ എന്തോ ഒരു പ്ലാങ്ക് ഇരിക്കുക, നമുക്ക് അവിടെ കൊണ്ട് വയ്ക്കാനുള്ളതെന്ന് തോന്നുന്നു. ഈ ബോക്സ് നമ്മളുണ്ടല്ലോ പൊട്ടിക്കാൻ ആക്സ് വേണം. ഇവിടെയും വേണം ഡ്രെയിൻ ടാപ്പ്. എന്തായാലും ഈ വുഡും കൊണ്ട് പോവാം ഗൈസ്. അല്ലേ വുഡ് പ്ലാങ്ക്. എന്തായാലും അവിടെ വച്ചു. നമുക്ക് ആക്സ് കിട്ടി. ഇതെന്താ ഇതിനകത്ത് ഇതിനകത്തൊന്നും ഇല്ലേ? പിന്നെ എന്തിനാ പെട്ടിയെന്ന് പറഞ്ഞ് വെച്ചു. ഇതിനകത്ത് ഹെലികോപ്റ്റർ ഡീറ്റെയിൽ അത് കിട്ടി ഗായ്സ്. എന്തായാലും അതും നമ്മൾ അവിടെ കൊണ്ട് വച്ചിട്ടുണ്ട്. ഇനി എന്തോ വേണ്ടത്? ടൂത്തഡ് ബെൽറ്റ്, എന്തോ ബെൽറ്റ് വേണം. പിന്നെ നീടെ ഹെലികോപ്റ്റർ പാർട്ട്. ഇതെന്തോ വെൽ ഫ്രെയിമാ? ഒരേപോലത്തെ 2 സാധനമോ? ഇതല്ലേ നമ്മളവിടെ നേരത്തെ കൊണ്ട് ഇട്ടേ. എന്തായാലും ഇത് നമുക്ക് അവിടെ കൊണ്ട് വയ്ക്കാം ഗായ്സ്. കാരണം എൻ്റെ പിന്നാലെ ഗ്രാൻഡ് പേ ഉണ്ടായിരുന്നു. എന്തായാലും ഈ വെള്ളം നമുക്ക് കളയാം. എന്തായാലും എന്തോ കിട്ടുമോ നോക്കാം. മോപ്പിഡ് വീല്.
അപ്പോൾ സ്കൂട്ടർ എസ്കേപ്പിൻ്റെ ഓൾമോസ്റ്റ് നമുക്ക് സാധനങ്ങൾ കിട്ടി ഗായ്സ്. എന്തായാലും ഈ ആക്സ് വെച്ച് നമുക്ക് ആ പെട്ടിയും കൂടി തുറക്കാം. അപ്പോൾ നിന്ന് എന്തെങ്കിലും ആവശ്യമുള്ള കിട്ടുമോയെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തോ കിട്ടണമെന്ന്. എന്തായാലും ആവശ്യമുള്ള കിട്ടിയാൽ മതിയായിരുന്നു. ബ്രേക്ക്, സ്കൂട്ടറിൻ്റെ ഹാൻഡിലും കിട്ടി ഗായ്സ്. ഇനി നമുക്ക് മറ്റേ വീട്ടിൽ പോയി ചെക്ക് ചെയ്യാം. ഇതെല്ലാം നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം. എന്തായാലും വീട്ടിൽ ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഗ്രീൻ കീ കിട്ടി. അപ്പോൾ അവിടുത്തെ അടുക്കളയിലത്തെ എക്സ്പെൻഷൻ ടാങ്ക് ആ കാർ എസ്കേപ്പിനുള്ളത്. ഇതെന്തോ ഹാൻഡ് കഫ് ഇരിക്കുക, ഇത് എടുക്കാൻ പറ്റുന്നില്ല ഗായ്സ്. എന്തായാലും ഈ കീ ഇപ്പം നമ്മൾ അവിടെ ഇട്ട് സൗണ്ട് ഉണ്ടാക്കിപ്പിക്കാം. എക്സ്പെൻഷൻ ടാങ്ക് ഇവിടെ നമുക്ക് ബ്രേക്ക് ചെയ്യാനുണ്ടോ? ഓ എന്തായാലും ഇത് നമ്മളെ ബാക്ക് ഭാഗമായിരുന്നു ഗായ്സ്. ആ ശരിയാ, ഞാൻ നേരത്തെ നോക്കിയാൽ മറന്നുപോയി. ഇതെന്തോ റെയിൽ ക്രച്ച്, റെയിലെന്ന് വെച്ചാൽ റെയിൽ എസ്കേപ്പിൻ്റെ ആ സാധനമാണെന്ന് തോന്നുന്നു എനിക്ക്. എന്തായാലും ഇവിടെ നിന്ന് കാറിൻ്റെ ബാറ്ററി കിട്ടിയത് ഗ്രാൻഡ് പാസ് ആൽക്കഹോൾ, ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കൈ കിട്ടിയതെല്ലാം എടുത്തു നോക്കാം. ഇവിടെ കടം ഇനി ഉയ്യതാ വരണം നമ്മുടെ ഗ്രാനി. ഞാൻ ഗ്രാനി വെട്ടിച്ച് ഓടി ഗായ്സ്. അവരെക്കാളും സ്പീഡുണ്ട് നമുക്ക്. എന്തായാലും എന്നെ തിരക്കി ഇപ്പം ഇങ്ങോട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അയ്യോ ദാ വന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഗ്രാനി കുട്ടിക്ക് വല്ലാത്ത ഇതാ. എന്തായാലും നമ്മൾ ഇത് ബ്രേക്ക് ചെയ്ത് സ്കളെടുത്ത് ഈ സ്കൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്തോ ക്യാൻഡിൽ അവിടെ നമുക്ക് കണ്ടായിരുന്നു, നമ്മൾ അതും വെച്ച്. ഇനി ലൈറ്റർ വേണം. ഇനി ലൈറ്റർ എടുത്ത് നമ്മൾ അതും കത്തിച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ ഇത് തുറന്നെന്തോ, ഓ ഹാമർ ഉണ്ട് ഇവിടെ. ഇതെടുക്കാൻ പറ്റില്ല. അപ്പോൾ ലൈറ്ററിൻ്റെ ആവശ്യം കഴിഞ്ഞു ഗായ്സ്. എന്തായാലും ഹാമർ നമുക്ക് കിട്ടി. അല്ലേ ലൈറ്ററിൻ്റെ ആവശ്യം കഴിഞ്ഞില്ല, ഇത് ബ്രേക്ക് ചെയ്തു. ലൈറ്റർ അവിടെ നമുക്ക് വേണമല്ലോ അപ്പുറത്ത്. എന്തായാലും ഇത് ബ്രേക്ക് ചെയ്താൽ ഓ അകത്തും എന്തോ വഴിയാണ് ഇത്. എന്തോ ബെൽറ്റ് ഇരിക്കും. എനിക്കെന്നാ ഹെലികോപ്റ്റർ എസ്കേപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു. ഓതാ എന്താ ചേച്ചി, ഞാൻ ഇവിടെ ഉണ്ട്. ചേച്ചിക്ക് പല്ലില്ല കേട്ടോ ഗായ്സ്, അവിടെ കണ്ടായിരുന്നു. എന്തായാലും ഈ ബെൽറ്റ് എടുത്ത് ഓ ഇങ്ങനെ വേണമായിരുന്നു ഈ ബാത്റൂമിൽ കയറാൻ. ഓ ഇവിടെ വേണം മറ്റേ ട്രെയിൻ ടാപ്പ് ലോക്ക്. ഈ സൗണ്ട് വെച്ച് ചേച്ചി വന്നാൽ പെട്ട്. ചേച്ചിക്ക് കീ ഒന്നും വേണ്ട. എന്തായാലും ആ ട്രെയിൻ ടാപ്പ് എടുത്ത് ഇവിടെ നമ്മൾ തുറക്കാം. ഇതിനകത്ത് എന്തോ ഹെലികോപ്റ്റർ ഡീറ്റെയിൽ എല്ലാം കിട്ടിയോളൂ. എന്തായാലും ഹാമർ ഇവിടെ കിടക്കട്ട്. ചിലപ്പോൾ ഈ ഹാമർ വെച്ച് അടിച്ചിടാൻ പറ്റുമോ? അയ്യോ ഇതെന്തുവാ, നമ്മളെ പിടിച്ച് ഗായ്സ്. ലെഫ്റ്റ് 4 4 ഡേയും കൂടിയോ. അപ്പോൾ മൊത്തം ടോട്ടൽ 5 ഡേയാ ഗായ്സ്, മറ്റേ ഗ്രാനി ഗെയിം പോലെ. എന്തായാലും നമുക്ക് മറ്റേ ഹാമർ എടുക്കണം ഗായ്സ്. ആദ്യം പോയി ഹാമർ എനിക്കറിയത്തില്ല എന്തിനാണ്. ഇവിടെ ഒന്നും ഇല്ലല്ലോ, ഇവിടെ ഒന്നും കണ്ടില്ല ഗായ്സ്. അല്ല ആദ്യം പോയി ഹാമർ എടുക്കാം. എന്തായാലും ഇവിടെ വന്നാൽ നന്നായി വ്രഞ്ച് എടുക്കാം. ചിലപ്പോൾ വ്രഞ്ച് ആവശ്യം വരാൻ ചാൻസ് ഉണ്ട് ഏതെങ്കിലും എസ്കേപ്പിന്. അപ്പം നമ്മളിത് എടുക്കുന്നതാണ് നല്ലത്. ഇവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യാറുണ്ട്. അല്ല അത് ബ്രേക്ക് ചെയ്തു, പക്ഷേ ഒരു ഗുണവും ഉണ്ടായില്ല, ഒരു തേങ്ങയില്ല. ഏതായാലും നമുക്ക് ഇവിടെ ബ്രേക്ക് ചെയ്യാനുണ്ടായിരുന്നു ഗായ്സ്. അതിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെയായിരുന്നു ഇവിടെ പോകേണ്ടത് നമ്മൾ. അല്ല മനസ്സിലായി. ചിറ്റയിൽ ഞാൻ അങ്ങോട്ട് താഴോട്ട് ഇട്ടിട്ടുണ്ട്. ഓ നമ്മളങ്ങനെ മേലെ എത്തി ഗായ്സ്. ഇവിടെ നിൽക്കാൻ പറ്റുമോ ടയർ ഇങ്ങോട്ട് ഉരുട്ടിയിട്ടിട്ടുണ്ട്. നമുക്കും താഴെ പോവാം. എന്തായാലും അവിടെ കത്തിക്കുക. ഈ ആൽക്കഹോൾ വെച്ച് പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. ലിക്വിഡ് എന്നല്ലേ നോക്കാം. ഓ പറ്റി ഗായ്സ്, അങ്ങനെ ആയിരുന്നു കളി. അയ്യേ ഞാൻ മറന്നു. അത് ഓ ഇവിടെ ആയിരുന്നു ഐസ് ക്യൂബ്. നീഡ് ഐസ് ക്യൂബ് വെച്ചിട്ടുണ്ട് ഇവിടെ. സൗണ്ട് കേട്ട് വരുമോ? ലൈറ്റർ എടുത്ത് കത്തിച്ച് ഇപ്പം അരിഞ്ഞു പോട്ടു. അരിയണം വെയിറ്റിംഗ്. പെട്ടെന്ന് വാ പൂച്ചക്കുട്ടി. നിന്നെക്കൊണ്ട് എന്തായിരുന്നു മിസ്റ്റിക്കൽ ക്യാറ്റ് അവിടെ കൊണ്ട് നമുക്ക് വയ്ക്കാം ഗായ്സ്. അവിടെ കൊണ്ട് വെച്ച് എന്ത് ചേഞ്ച് ആവണേ. ഓ ഇവിടെ ഒരു വഴി ഓപ്പൺ, ഇഷ്ടം പോലെ വഴിയുണ്ട് ഗായ്സ്. അതും തീർത്ത് ഇതിനകത്ത് വീഡിയോ ടേപ്പ് ആ ടി വിക്കകത്ത് വയ്ക്കാനുള്ള. ഓ അത് സൂപ്പറാ ഗായ്സ്. ഇതിനകത്ത് എന്തോ ഫ്യൂസ്, ഈ പെട്ടിക്കകത്ത് ഫ്യൂസ്. അപ്പോൾ എല്ലാ ഫ്യൂസും നമുക്ക് അവിടെ കൊണ്ട് വച്ചിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മൾ എന്ത് ചേഞ്ച് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വീഡിയോ ടേപ്പ് ഇട്ട് ആ കിണറ്റിനകത്തുള്ള പ്രേതം പോയി ഗായ്സ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും ഈ ആണിയും നമ്മൾ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇതുപോലെ അടിക്കാൻ ചോദിച്ചാലും അല്ലേ, നമ്മളെല്ലാം കരുതിയിരിക്കണം. അങ്ങനെയൊക്കെയാണല്ലേ ഒരു ശാസ്ത്രം. ഇതെന്തോ ഇതല്ലേ ആ മരത്തിൻ്റെ കൊണ്ടായിരിക്കണേ വിഞ്ച് ഡ്രം. അതും നമ്മൾ വെച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. വിഞ്ച് ഹെൽ ഫ്യൂവൽ. ഇത് കിണറ്റിൽ വെള്ളമല്ല ഗൈസ്, ഇവരെ ഫ്യൂവലായിരുന്നു.
അതിൽ ഇവിടെ ടയറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ഈ എസ്കേപ്പ് ചെയ്യാം. നമുക്ക് എൻജിൻ കൊണ്ടുവയ്ക്കാം. ഇവിടുത്തെ എല്ലാ സാധനവും നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാം. ഇഗ്നേഷൻ കോയിൽ അതും നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇഗ്നേഷൻ വയർ അതും നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇതും വെച്ചിട്ടുണ്ട്. വ്രഞ്ച് ഇട്ട് മുറുക്കി ഫ്യൂവൽ ഒഴിച്ചു. ഇനി മറ്റേ ആണി വെച്ചു. ഹാമർ വേണം. അപ്പോൾ ഹാമർ എടുത്ത് നമുക്ക് അടിക്കാം. അപ്പോൾ നമ്മൾ എസ്കേപ്പ് ആവും. ഗൈസ് നമ്മൾ എസ്കേപ്പ് ആയി. അങ്ങനെ നമ്മൾ മാഡ് ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ റെയിൽ എസ്കേപ്പാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉള്ളതെല്ലാം ചെയ്യൂ. ഇനി അടുത്ത വീഡിയോ വരെ ബായ് സുഹൃത്തുക്കളെ.